കോഴിക്കോട്ടെ പ്രമുഖ വ്യവസായി മാമിയുടെ തിരോധാനത്തിൽ പി.വി. അൻവർ പങ്കെടുക്കുന്ന വിശദീകരണ യോഗം വൈകിട്ട് 6:30-ക്ക് നടക്കും. മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റിയാണ് സംഘാടകർ. കോഴിക്കോട് മുതലക്കുളത്ത് നടക്കുന്ന യോഗത്തിൽ മാമിയുടെ കുടുംബവും പങ്കെടുക്കും. മാമി കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ യോഗത്തിൽ വെളിപ്പെടുത്തുമെന്ന് പി.വി. അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സമീർ സി മുഹമ്മദാണ് ഇപ്പോൾ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത്. സമീർ, കോഴിക്കോട് എപ്പോഴാണ് യോഗം? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, 2023 ഓഗസ്റ്റ് 21-നാണ് കോഴിക്കോട്ടെ പ്രമുഖ വ്യവസായിയായിട്ടുള്ള മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിലുള്ള അന്വേഷണം നടന്നിരുന്നു. നടക്കാവ് പോലീസാണ് കേസ് അന്വേഷണം ആദ്യം ഏറ്റെടുത്തത്. തുടർന്ന് ഒരു വർഷമായിട്ടും ഒരു വിധത്തിലുമുള്ള തുമ്പും ഉണ്ടായില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും മുഖ്യമന്ത്രിയെ കാണുകയും അതിന് പിന്നാലെ പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ അതിനുകൊണ്ടും കാര്യമായ വിധത്തിലുള്ള ഒരു പുരോഗതിയും ഉണ്ടായില്ല. അതിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പിന്നീട് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നാണ്. എന്നാൽ പിന്നീട് ADGP MR അജിത് കുമാർ ഇടപെട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്. ആ വേളയിൽ കോഴിക്കോട് സിറ്റി കമ്മീഷണറെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റുകയും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് അതിന്റെ അന്വേഷണ ചുമതല നൽകുകയും ചെയ്തിരുന്നു. ആ വേളയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ രംഗത്ത് വരികയും ചെയ്തു. അതിന് പിറകെയാണ് പിന്നീട് P.V. അൻവർ MLA മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടന്നത്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെ പേരെടുത്തുകൊണ്ട് വിമർശിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അതിന് പിറകെയാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് ഈ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് വലിയൊരു വെളിപ്പെടുത്തലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണ യോഗവും P.V. അൻവർ നടത്തുന്നത്. കോഴിക്കോട് മുതലക്കുളത്ത് 6:30-നാണ് ഈ യോഗം. ഇതിൽ കുടുംബവും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും പങ്കെടുക്കുന്നുണ്ട്. ഉന്മേഷ്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്.